അപ്പോൾ ഞാൻ മാമിന് കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം. മാം ചെയ്ത ക്യാരക്ടേഴ്സിലെ സിനിമകളിലെ പിക്ചേഴ്സാണ്. അപ്പം മാമിന് എന്താണ് ആ ഒരു പിക്ചർ കാണുമ്പോൾ തോന്നുന്നത്? ഫസ്റ്റ് വൺ ഇതാണ്. ഓക്കെ, ഇത് പറക്കും നൽകിയ അത് ഒരു ദിവസത്തെ വർക്കായിരുന്നു. താഹയായിരുന്നു ഡയറക്ടർ. ഇങ്ങനെ ഈ പറഞ്ഞല്ലോ നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ ഇതിലെല്ലാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണ സംഭവമുണ്ട്. പക്ഷെ ഇത് കുറച്ച് വരും ഇതിൽ, അതൊന്നും എനിക്കറിയില്ല. പുള്ളി പറഞ്ഞു ഇത് കുറച്ച് വരും, ഒരു ദിവസം, ഒരു അര ദിവസം അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇൻ്റർവ്യൂ അല്ല തിരിപ്പം എന്താ. പിന്നെ ആരാളും നമ്മുടെ ദിലീപേട്ടനും പിന്നെ അശോകേട്ടനൊക്കെ അല്ലേ ഉള്ളത്. അപ്പം നമുക്കതൊരു അവരായിട്ടെന്ന് പറഞ്ഞൊരു എല്ലാം ഒരു പ്രത്യേകത ഒരു എനർജിയാണല്ലോ. അവർക്കൊരു അതെ പഞ്ചാബി ഹൗസ് അതെ 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 എങ്ങനെയായിരുന്നു ശരിക്കും അവരായിട്ടുള്ളൊരു വർക്കൊക്കെ? അല്ല അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇംപ്രൊവൈസേഷൻ ആണ് എല്ലാം. കാരണം നമ്മൾ ഡയലോഗ്സ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ഈ അതായത് ഒരാൾ നിർത്തി മറ്റാൾക്ക് തുടങ്ങാനുള്ള ഒരു സ്പേസ് അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു ഇംപ്രൊവൈസേഷനിൽ കിടന്ന് കളിക്കുന്ന സംഭവങ്ങളാണല്ലോ. പിന്നെ ഇപ്പോൾ ഇതൊക്കെ പിന്നെ ഞാൻ ഒരിക്കലും പറക്കും തളിക്കുക ഇറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഇൻ്റർവ്യൂസാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. ട്രോളർമാരെല്ലാവരും അതിലേക്കാണ്. എനിക്ക് ആക്ച്വലി പറഞ്ഞ താങ്ക്സ് ടു ഓൾ ദോസ് ആ ട്രോളർമാരോടൊക്കെ അങ്ങനെയെങ്കിലും നമ്മളൊക്കെ അവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടൊരു അവസരം കൊടുക്കുന്നുണ്ടല്ലോ. അതെന്നെ വലിയ കാര്യം. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് വൺ ഇതത് ഇത് പാവം അല്ലേ? പട്ടുപാടയും അതെ അതെ ശ്രീനേട്ടൻ്റെ പെങ്ങളായിട്ട്. അതെ അതെ. പിന്നെ ഒരു പാട്ട് സീനിലേക്കൊക്കെ പോണ ഒരു സംഭവം. അതെ, ഈ പറഞ്ഞ പോലെ നമുക്കൊരു കാലഘട്ടം വരുമല്ലോ. കുറച്ചു കാലം നമ്മൾ ചൈൽഡ് ആർട്ടിസ്റ്റ് അങ്ങനത്തെ കാര്യം പോകും. അത് കഴിയുമ്പോൾ പിന്നെ അനീതി ക്യാരക്ടേഴ്സ് അങ്ങനെ പോകും. കുറച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സായി മാറും. അങ്ങനെയുള്ളൊരു ഗ്രാഫിലൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ വരുന്ന രീതിയിലുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ഒപ്പം അഭിനയിക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ ശ്രീനേട്ടന് പിന്നെ ഞാൻ മഴയത്ത് മുൻപേയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ പത്രം. മൈ ഗോഡ്, സീരിയസ്ലി ഞങ്ങൾ ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് പത്രത്തിൻ്റെ ഇത് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രഞ്ജിയേട്ടൻ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് ആക്ച്വലി ക്യാരക്ടർ. ആ പെറ്റ് ഡിറ്റക്റ്റീവിലുണ്ട് അദ്ദേഹം. കാരണം ഞാൻ ഐ വാസ് സപ്പോസ് ടു ഡു അനദർ മൂവി വിത്ത് ഹിം. പക്ഷെ ആ സമയത്ത് ദേവസം ഇത് ലൈക്ക് ആ ഉദ്ദേശിച്ച ക്യാരക്ടർ വേറെ ആരോ അത് എടുക്കുകയും അപ്പോൾ എന്നോട് രഞ്ജിയേട്ടൻ ഒരു വശം ഞാനും ഉണ്ട്, അന്ന് എൻ്റെ അമ്മയൊക്കെ ഉണ്ട്, വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവൾക്ക് അസറായിട്ടൊരു ക്യാരക്ടർ കൊടുക്കാൻ പോകുന്നുണ്ട്, ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യും, ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. പിന്നെയാണ് ഞാൻ അറിയണത് ജോഷി സാറിൻ്റെ പടത്തിലേക്കാണ് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വിളിക്കണം. മോണിക്ക ഡേവിഡ് സഭാപതി. അത് ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. കാരണം ഏത് ഇമോഷൻസ് ആണ് മിക്സ് ആയി വരുന്നതെന്ന് പറയത്തില്ല. കാരണം എന്തൊക്കെയോ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പേരന്റിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഒരുപാട് കാര്യം. അല്ല, ഈ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ എന്നറിയോ, ഇതിൽ മഞ്ജു വാര്യർ ഉണ്ട്. അപ്പം മഞ്ജു ഞാനും തമ്മിൽ ഇതിലൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ്. അപ്പോൾ അവളുടെ ഒപ്പം അപ്പോൾ ഞങ്ങളിങ്ങനെ നമുക്ക് ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ സീൻ അല്ലേ പറഞ്ഞ് സെറ്റാക്കി വെച്ചാൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ലെങ്ത്തും മറ്റു കാര്യങ്ങളൊന്നും അപ്പോൾ അത് നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു മഞ്ജുവിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അത് നമ്മൾ പറയാം ചില സമയത്ത് നമ്മൾ ചില സാധനം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിൽ വെച്ചാൽ അപ്പോഴാണ് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു പടം. അതെ, അതിൽ എനിക്ക് മഞ്ജുവിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷൻ കിട്ടി. നെവർ സോ ഹാപ്പി. അതാ മഞ്ജു പറഞ്ഞു അന്ന് നിർത്തി വെച്ചത് നമുക്ക് ഇവിടെ കിട്ടി. അതെ അതെ. നെക്സ്റ്റ് വൺ ഇത് വരവേൽപ്പ്. അതെ അതെ, ഒരു വരവേൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിമിത്തം എന്ന് പറയും. നമ്മളിപ്പോൾ ആ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇത്രയും ലെജൻസിൻ്റെ ഒപ്പമാണ് എനിക്ക് ഐ മീൻ അവരൊപ്പം നിൽക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വരവേൽപ്പ് എത്ര റെഫറൻസ് ആയിട്ടാണ് എല്ലാ ഇതിലും എടുക്കണത്. മീന ചേച്ചിയായിട്ടും ലളിത ചേച്ചിയായിട്ടും. ഓ മൈ ഗുഡ്നസ്, ദാറ്റ് ഈസ് സത്യനന്ദിക്കാട് സാറിൻ്റെ പടമായിരുന്നു. അതെ, ലളിതമാണെങ്കിലും അതെ 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 അതെ. പിന്നെ അവരൊക്കെ പിന്നെ പറയണോ, സുകുമാരി അമ്മ ആയാലും അതെ കേട്ടോ. മീൻ എനിക്ക് ഞാൻ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരാൾ എപ്പോഴും സുകുമാരി അമ്മ തന്നെയാണ്. ബിക്കോസ് സുകുമാരി അമ്മയെ സംബന്ധിച്ച് ലൈക്ക് നമ്മൾ നാടൻ കൊടുത്താലും മോഡേൺ കൊടുത്താലും എല്ലാം 36 കയ്യിലും ഭദ്രമാണ് അല്ലേ. അപ്പം ഞാൻ എപ്പോഴും ആസ്പയർ ചെയ്തത് ഐ ഹാവ് ടു ബി ലൈക്ക് ഹെർ. ഐ മീൻ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ആ തരത്തിൽ എത്താൻ പറ്റിയാൽ സന്തോഷം എന്നുള്ള നിലയ്ക്കാണ്. അതെ അതെ അതെ. നെക്സ്റ്റ് വൺ ഇത് പുതുക്കോട്ട. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെ, ഇതിലാണ് ഞാൻ ആദ്യമായിട്ട്
എന്താ സിഗരറ്റ് വലിക്കണേൻ്റെ സംഭവമുണ്ട്, മീശ വെച്ചിട്ട് അതിൽ ചെയ്യാത്തൊന്നുമില്ല. ഇത് എന്താ വെച്ചാൽ അത് ഐ എം സോ താങ്ക്ഫുൾ ടു റാഫി മെക്കാർട്ടിൻ, ബിക്കോസ് അവരുടെ പിന്നെ അവർ റിപ്പീറ്റഡ്ലി അവരുടെ പടങ്ങളിൽ ഞാനുണ്ടായിരുന്നു. 1-2 മിസ്സായിട്ടുള്ളൂ. ഐ ബിക്കേം എ ലക്കി സ്റ്റാർ ഫോർ അവരിതിൽ, ബിക്കോസ് പഞ്ചാബി ഹൗസ് ആയാലും. ആ സിനിമയിൽ മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് ആ അതെ അതെ, ഇതിവിടെയാണ് ഞാൻ എന്താ പറയുക, ആനിയുടെ ഒപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പുതുക്കോട്ട, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ മഴയത്ത് മുൻപേടെ സെറ്റിൽ കണ്ട്. അത് എല്ലാം എന്താ പറയുക, ഇപ്പം വീണ്ടും ഈ പഴയ പടങ്ങൾ ഇട്ട് ഓരോന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതൊരു ഇതിലൊക്കെ പാർട്ടായിരുന്നല്ലോ എന്നൊക്കെ ഒരു സന്തോഷം. അതെ. ഇനി ഇത് ഫസ്റ്റ് വണ്ണിലെ ഏതാ? മൂന്നാം മുറ. അതെ, ഇതൊക്കെ അവര് ചെയ്യിപ്പിക്കാൻ പറയുമ്പോ നമ്മൾ എന്തൊക്കെയോടെ ഇരുന്ന് ചിന്ത ചോക്ലേറ്റ് കിട്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. എങ്ങനെയായിരുന്നു ശരിക്കും അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ? അല്ല, എനിക്ക് ഏറ്റവും അത്ഭുതം എന്താ, എനിക്ക് ഇത് പറഞ്ഞു മൂന്നാം മുറ എന്ന് പറഞ്ഞ പടം, ഞാൻ അവിടെ ചെന്നപ്പോ മലയാള സിനിമയിൽ ഒട്ടുമിക്ക നടിതാടന്മാരും അവിടെ ഉണ്ട്. അല്ല, ദാറ്റ് വൺ സിംഗിൾ മൂവി സെറ്റപ്പ്, എല്ലാ ലെജൻസും ഉണ്ട് അതിനകത്ത്. എനിക്കൊന്ന് മമ്മൂക്ക ഒഴിച്ച് പകുതി മുക്കാൽ ആൾക്കാർ അതിനകത്തുണ്ട്. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ മിമിക്രി ഡെവലപ്പ് ചെയ്ത്. കാരണം എനിക്കത് നേരിട്ട് കാണല്ലേ, ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനായാലും എല്ലാവരും എങ്ങനെയാണ്, അവരുടെ സംസാരം എങ്ങനെയാണ്, ലാലേട്ടൻ എങ്ങനെയാണ്, എല്ലാം എനിക്കുണ്ടല്ലോ ശരിക്കൊരു ലാലേട്ടൻ്റെ മാനറിസം ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രേം നസീർ സാറിൻ്റെ ഒക്കെ ഒരുപാട്, ജയറാമേട്ടൻ, എല്ലാവരും പൊതുവെ, മുകേഷ് ഏട്ടൻ. അന്ന് എനിക്കൊന്ന് ഐ തിങ്ക് വേറെ ഒരു ഇതിൽ എഴുതി കണ്ടാണ് ഫസ്റ്റ് ഫീമെയിൽ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ. നമുക്കിതൊന്നും അറിയില്ലല്ലോ ചെയ്യുമ്പോൾ. കാരണം അങ്ങനെ ഫീമെയിൽ അധികം അങ്ങനെ അതെ അതെ അതെ.